തിരുവിഴാംകുന്നിന്റെ സമീപ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിൽ നിന്നും കാട്ടിൽ കയറാൻ മടിച്ച കാട്ടാനകൾ. ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ മലേരിയം പൂളക്കുന്നിൽ ഇറങ്ങിയ ആനകൾ റബ്ബർ തൈകളും കവുങ്ങു തൈകളും ഉൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചു. ഒരു വശം വഴി ആനകളെ വനം വകുപ്പ് കാട്ടിൽ കയറ്റുമ്പോൾ മറുവശം വഴി ഇറങ്ങുന്ന രീതിയാണ് നിലവിലുള്ളത്. കോട്ടാണി ഭാഗത്തു നിന്നും പൂളക്കുന്ന് വഴിയാണ് ഞായറാഴ്ച പുലർച്ചെ 2 മണിയോടെ മലേരിയം ഭാഗത്തേക്ക് ആനകൾ എത്തിയത്. മാടാമ്പാറ ഹംസയുടെ റബ്ബർ തോട്ടത്തിൽ നിലയുറപ്പിച്ച ആനകൾ ഇവിടെയുള്ള 150ഓളം റബ്ബർ തൈകൾ നശിപ്പിച്ചു. എല്ലാം 2 വർഷം പ്രായമായവയാണ്. 3 വർഷമാവാൻ പോകുന്ന തൈയാണ്. ഈ വക തൈകളൊക്കെ കൂടാതെ കൂമഞ്ചേരി കുഞ്ഞിപ്പൂ, മാടാമ്പാറ സത്താർ എന്നിവരുടെ 15ഓളം കവുങ്ങുകളും ആനകൾ നിലംപരിശാക്കി. നശിച്ച കൃഷികൾക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം വാർഡംഗം CT സുമയ്യ അഷ്റഫ് അറിയിച്ചു. കൃഷിനാശം വന്നവർക്ക് ധനസഹായം ലഭിക്കുകയാണെങ്കിൽ കഴിഞ്ഞ രീതിയിൽ നൽകാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ വാച്ചർമാര് കുറച്ചും കൂടി എണ്ണം കൂട്ടി തന്ന വലിയ ഉപകാരമായിരുന്നു. ഇവരെ എല്ലാ ഭാഗത്തു കൂടിയൊന്നും ഇതിനു വേണ്ടി ഓടിയിട്ട് എല്ലാവരും എത്തുന്നില്ല. രാത്രികാലങ്ങളിൽ ഒരു 6 മണിക്ക് ശേഷം തന്നെ ജനങ്ങൾക്കൊക്കെ പുറത്തിറങ്ങാൻ പേടിയാണ്. ഭയങ്കര ഭീതിയിലാണ് ജനങ്ങളെല്ലാവരും. ധാരാളം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് മലേരിയം. തങ്ങളുടെ സ്വൈര്യ ജീവിതം ഇല്ലാതായെന്നാണ് പ്രായമായവർ ഉൾപ്പെടെ പറയുന്നത്. കുട്ടികളുടെ മുഖത്തും ഭീതി പ്രകടമായിരുന്നു. പുറത്തേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പാടില്ല. അതന്നെ ഇന്നലെ വന്നത് ഞങ്ങളോട്ട് അറിഞ്ഞിട്ടില്ല. ഈ മഴയുണ്ട് ഇതിൽ തന്നെയാണ് ആകല്ല ശല്യം. ഈ പാട്ടുമാക്കത്താണ് ഓല ആകല്ല ശല്യം. ഞങ്ങൾക്ക് നേരം മതിയെ പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല. കടന്നുറങ്ങാൻ സമാധാനമല്ല. വിവരം ലഭിച്ചാൽ ഉടൻ ആനകളെ തുരത്താൻ വനം വകുപ്പ് സംഘം പ്രദേശങ്ങളിൽ എത്താറുണ്ട്. വിവരം ലഭിക്കാതെ പോകുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് കൃഷിനാശം ഉണ്ടാവാറെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ജനങ്ങളെ അറിയിച്ചു. ഏത് സമയത്തും വിവരം നൽകാനും വനം വകുപ്പ് നിർദ്ദേശം നൽകി. ഞങ്ങള് മറ്റേ മണ്ണാർക്കാട് RRT അങ്ങനെ ഫുൾ ടീം ഉണ്ട്. പക്ഷെ ഇത് എല്ലാത്തിനെയും പ്രതിരോധിച്ചിട്ടാണ് നമ്മളെ കടന്ന് നമ്മുടെ കണ്ണ് വിട്ടിച്ചാണ് പുറത്തിറങ്ങി ഉടൻ തന്നെ വിവരം കിട്ടി അപ്പം തന്നെ വന്ന് അതിനെ ആട്ടി കയറ്റാണ് നടപടി. നമ്മൾ അങ്ങനെ തന്നെ സംഭവിച്ചത്. ഇവരവിടെ നിന്ന് ആനകൾ നേരെ കുട്ടിയിലേക്കാൻ അവിടെ വന്നിട്ടുണ്ട്. നമ്മൾ എവിടെ തടഞ്ഞാലും കാരണം ഞങ്ങൾക്ക് ഒരു ഭാഗത്ത് തന്നെ നിൽക്കാൻ പറ്റില്ല. കാരണം ഈ ഭാഗത്ത് ആന പുള്ളി കയറി പറഞ്ഞ പിന്നെ അടുത്തൊരു ഭാഗത്താണ് ഇറങ്ങുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ നിർത്തി. കാരണം അവിടെ ആന ഇറങ്ങി പറഞ്ഞാൽ ഇവിടെ തന്നെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇന്നലെ കനത്ത മഴ ആയതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് വിവരം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ് ഇന്നലെ ഈ കൃഷി സംഭവിച്ചത്. തിരുവിഴാംകുന്ന്, കച്ചേരിപ്പറമ്പ്, അമ്പലപ്പാറ തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനവാസ മേഖലകളിലേക്കുള്ള ആനകളുടെ വരവ് ശാശ്വതമായി പ്രതിരോധിക്കാനുള്ള നടപടികൾ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കുൾപ്പെടെയുള്ള 4 മന്ത്രിമാർക്ക് നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. പരിഹാരം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി TK ഇപ്പു പറഞ്ഞു. ഞാൻ മുഖ്യമന്ത്രിക്കും അതേമാതിരി വനം വകുപ്പ് മന്ത്രിക്കും നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി ശംസുദ്ദീൻ സാഹിബിനും അതുപോലെ എല്ലാ മന്ത്രിമാർക്കും കൃഷി വകുപ്പ് മന്ത്രി സിദ്ദീഖ് സാർക്കും എല്ലാവർക്കും നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഒരു പ്രിയപ്പെട്ട നമ്മുടെ ഒരു കൂട്ടുകാരന് ഷൈജു എന്ന് പറയുന്ന ഒരു കൂട്ടുകാരൻ ഫയർ വാച്ചറായിരുന്നു. 10-14 വർഷം ഫോറസ്റ്റുകാരെ കൂടെ നിന്ന് സേവനമനുഷ്ഠിച്ച ഒരു പയ്യനായിരുന്നു. ആ പയ്യനെ ഈ ആനകൾ കുത്തി തൽക്ഷണം മരിച്ചു. അന്ന് ശാശ്വതമായൊരു പരിഹാരം PF-ഉം അതേമാതിരി സൈലന്റ് വാലി വാർഡനും നൽകാമെന്നും പറഞ്ഞാണ് ഈ ആനകളെ കുങ്കി ആനകളെ ഉപയോഗിച്ചിട്ട് കയറ്റിവിടാന്ന് ഞങ്ങളോട് അത്രയും നിർബന്ധിച്ച് പറഞ്ഞാണ്. ഇതേവരെ അതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടു. ആനകൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന വിഷയത്തിൽ കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്ത് കാര്യമായ ഇടപെടൽ നടത്താൻ ശ്രമിക്കാറില്ല. ഈ സമീപനം തിരുത്തി കഴിയാവുന്ന ഇടപെടൽ നടത്തണമെന്ന് CPM തിരുവിഴാംകുന്ന് ബ്രാഞ്ച് സെക്രട്ടറി A ഹംസ ആവശ്യപ്പെട്ടു. കാപ്പറമ്പായാലും തിരുവിഴാംകുന്നാണെങ്കിലും അമ്പലപ്പാറയിലും ജനവാസ കേന്ദ്രങ്ങളിൽ ആന ഇറങ്ങുന്നത് ശാശ്വതമായിട്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഗവൺമെന്റ് ഇടപെടൽ ഉണ്ടാവണം. അതിന് മിനിസ്റ്ററായിട്ടും MLA-മാർ മറ്റുള്ള പഞ്ചായത്താണെങ്കിലും ഇടപെടണം. പഞ്ചായത്ത് ഇത്ര കാര്യമായിട്ട് ഈ ഫോറസ്റ്റ് മേഖലയിൽ ഇടപെടൽ ഒരു കാര്യത്തിലും ഇടപെടാറില്ല. അപ്പൊ അത് കാര്യമായിട്ട് ഇടപെടണം എന്നല്ലാണ് പറയാനുള്ളത്. പ്രദേശങ്ങളിൽ തെരുവ് വിളക്കുകൾ ഇപ്പോഴും തെളിയാത്ത സ്ഥിതിയുണ്ട്. ഇത് അടിയന്തരമായി നന്നാക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെട്ടു. അലനല്ലൂരിലെ സേവന രംഗത്ത് 80 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള പാലക്കാട് ജില്ലയിലെ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്ക് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം.